കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ യേശുവിൽ ആശ്രയിക്കണം. ഒരു ഭാഗികമായിട്ട് ദൈവവചനം ഇങ്ങനെ പറയുന്ന ഹൃദയത്തിൽ അസ്ഥിരനാകുക എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരക്ക് സമനായി പോകരുത് എന്നൊക്കെ കർത്താവ് പറയുക. നമ്മൾ പൂർണ്ണ ഉറപ്പോടെ ഏത് കാര്യം ചെയ്താലും പൂർണ്ണ ധൈര്യത്തോടെ പൂർണ്ണ ഉറപ്പോടെ വേണം ചെയ്യുവാൻ, പൂർണ്ണ ആത്മാർത്ഥതയോടെ വേണം ചെയ്യുവാൻ. നമ്മുടെ ഹൃദയം ആ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ വിശ്വസിക്കുന്നതിൽ പൂർണ്ണമായിട്ട് അർപ്പിക്കുമ്പോഴാണ് അതുകൊണ്ടുള്ള പൂർണ്ണ പ്രയോജനം നമുക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം പറയുന്നതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കണം. ഏത് കാര്യം ചെയ്താലും പൂർണ്ണ ആത്മാർത്ഥതയോടെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് എപ്പോഴും നന്മയുണ്ടാകും. ദൈവവചനം പറയുന്നത് ദൈവത്തിന് അങ്ങനെയുള്ളവരോടാണ് ഏറ്റവും താല്പര്യം. കാറ്റടിയിച്ച് അലയുന്ന തൻ്റെ വഴികളിൽ അസ്ഥിരനാകുന്ന അല്ലെങ്കിൽ അവിശ്വാസത്തിലേക്ക് കടന്ന് കുഴയുന്ന വ്യക്തികളെക്കുറിച്ച് ദൈവത്തിനും ഒരു താല്പര്യമില്ല. എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വസിക്കണമെന്നാണല്ലോ വചനം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് നടന്ന സഭായോഗത്തിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ സന്ദേശം നിങ്ങൾക്ക് അനേകർക്ക് അനുഗ്രഹമായെന്നും അനേകർക്ക് അത്ഭുത സൗഖ്യങ്ങൾ കിട്ടിയെന്നും ഒക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിന് നന്ദി പറയുന്നു. തുടർന്ന് ഇന്നും കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ പ്രതീക്ഷയോടെ വളരെ വിശ്വാസത്തോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ. ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സന്ദേശം കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26-ാം വാചകത്തിൻ്റെ ഒടുവിലത്തെ ഒരു സെന്റൻസ് മാത്രം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നെ ആടുകളുടെ ഇടയനായി വിശുദ്ധീകരിക്കുന്ന വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. യഹൂദന്മാർ ഏറ്റവും അധികം വായിച്ചിരുന്ന സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിലും കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്ന വാക്ക് യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പം യഹോവ അല്ലെങ്കിൽ ദൈവം, സർവശക്തനായ ദൈവം ആടുകളെ പാലിക്കുന്ന ഒരു ഇടയനായി ഇവിടെ ചിത്രീകരിക്കുകയാണ്. ആ 23-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദ് എന്ന രാജാവ് താൻ ഒരു ആട്ടിടയൻ ആയിരുന്നു. തൻ്റെ അപ്പൻ്റെ മക്കളിൽ ഇളയവനായിരുന്നു ദാവീദ്. മറ്റ് ചേട്ടന്മാരൊക്കെ വലിയ പൊക്കമുള്ളവരും ഉയരമുള്ളവരും സുന്ദരന്മാരുമൊക്കെ ആയിരുന്നു. പക്ഷേ ഇളയ ദാവീദ് മാത്രം അത്രയും പേഴ്സണാലിറ്റി ഇല്ല. അപ്പൻ തന്നെ തൻ്റെ ആടുകളെ മേയ്ക്കാൻ വിട്ടിരുന്നു. പക്ഷെ ആടുകളെ മേയ്ക്കുമ്പോഴും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരാളുടെ മേലുണ്ടോ? അത് അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ജോലിയോ പൊക്കമോ ഉയരമോ ഒന്നും നോക്കിയല്ല ദൈവം ഒരു കാര്യം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനനശേഷവും അല്ല സംഭവിക്കുക. അതുകൊണ്ടാണ് റോമർ 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ചെയ്യുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മനുഷ്യരുടെ പ്രവൃത്തി നോക്കിയല്ല, അവൻ്റെ ഇഷ്ടമാണ് എന്ന് വരേണ്ടതിന് കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ, ആ ഇരട്ടകൾ ജനിക്കുന്നതിന് മുമ്പേ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് പറഞ്ഞു. അവരെന്തേലും ചെയ്തിട്ടല്ല, അവരുടെ പ്രവൃത്തി നോക്കിയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ആ ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ലോകത്തിൽ കോടാകോടി ജനങ്ങളുണ്ടെങ്കിലും റോമർ 9 പറയാണ്, അന്ന് പ്രവൃത്തി നോക്കാതെ ദൈവം തിരഞ്ഞെടുത്ത പോലെ ഇന്ന് ക്രിസ്തുവിൽ ദൈവം ചിലരെ തിരഞ്ഞെടുത്തിരിക്കുക. അത് നമ്മുടെ ഗുണം കൊണ്ടല്ല. പ്രൈസ്. ആ തിരഞ്ഞെടുപ്പ് എന്താണ് നമുക്കിതുവരെ പിടികിട്ടുന്നില്ല. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പിടികിട്ടുകയാണെങ്കിൽ ദൈവം ദൈവമല്ലല്ലോ. അതാണ് കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് റോമർ 9 പറയണം, അങ്ങനെ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിനാൽ ഈ കാലത്ത് ഒരു ജനമുണ്ട്. ആ ജനമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്. ഇതെങ്ങനെയുള്ള തെരഞ്ഞെടുപ്പാണ്? കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്. ഉറക്കെ പറഞ്ഞേ, കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്. രണ്ട് രീതിയിലാണ് നമ്മുടെ ലോകത്തിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ. ആ ആളുടെ കഴിവ് നോക്കിയാ തിരഞ്ഞെടുക്കുന്നത്. ഇതങ്ങനെയല്ല, കഴിവ് നോക്കുന്നില്ല, തിരഞ്ഞെടുക്കുന്ന ആൾക്ക് കൃപ തോന്നുന്നവനെ അങ്ങ് തിരഞ്ഞെടുക്കുക. എന്നോടും നിങ്ങളോടും കർത്താവിന് കൃപ തോന്നി.
അഥവാ കൃപ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ ഒന്നും അല്ല, കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദയ ലഭിച്ച ദൈവമക്കളായ നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ കൃപയാൽ തിരഞ്ഞെടുത്തു. പഴയ നിയമത്തിൽ നോക്കിയാൽ തിരഞ്ഞെടുപ്പെല്ലാം അങ്ങനെയാണ്. ദാവീദ് ഇളയവനായിരുന്നു, എന്നാൽ ദൈവം അവനെ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ മുമ്പുണ്ടായ അനുഭവങ്ങൾ, ആട് മേയ്ക്കുന്ന കാലത്തുണ്ടായ അനുഭവങ്ങൾ ഒക്കെ തൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണതയിൽ താൻ എന്താകുമോ അവിടെ ദൈവം തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ തിക്തമായ ചില അനുഭവങ്ങൾ കാണും. മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുകയായിരിക്കും, ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും കാണും. പക്ഷെ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൂർണ്ണതയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇന്നത്തെ നിൻ്റെ അനുഭവങ്ങൾ നിനക്കൊരു വലിയ ചവിട്ടുപടിയായിരിക്കും. മാത്രമല്ല, അനേകരെ ആശ്വസിപ്പിക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നതിൻ്റെ അനുഭവങ്ങളായിരിക്കും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആശ്വസിപ്പിച്ച ഒരു സങ്കീർത്തനം എഴുതുവാൻ ദാവീദിനെ പ്രാപ്തനാക്കിയത് തൻ്റെ മരുഭൂമിയും തൻ്റെ ആടുകളോട് നടന്നതും തൻ്റെ വൈഷമ്യങ്ങളും, തൻ്റെ പിതാവ് തന്നെ ആടിനെ മേയ്ക്കാൻ വിട്ടു, തൻ്റെ സഹോദരന്മാർ തന്നെ മാനിച്ചില്ല, താൻ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചു. ആ കഷ്ടതയുടെ നാളുകൾ അവൻ കൊയ്തെടുക്കുകയാണ്. ഞാൻ കഷ്ടത്തിലൂടെ പോകുന്നതിനോട് പറയും, യു ആർ ഗോയിങ് ത്രൂ ദ ബെസ്റ്റ് ടൈംസ് ഓഫ് യുവർ ലൈഫ്. പ്രതിസന്ധികളിലൂടെ പോകുന്നവർ ഞാനിങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് സമയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് നിങ്ങൾ പലതും കൊയ്തെടുക്കുന്നത്, ഇവിടെയാണ് നിങ്ങൾ പലരും ശേഖരിച്ചു വെക്കുന്നത്. ഇത് എന്നേക്കുമുള്ള അനുഭവമല്ല. ദൈവം തിരഞ്ഞെടുത്ത നിനക്ക് വേണ്ടി ഏറ്റവും നല്ല സമയങ്ങൾ, ഏറ്റവും നല്ല നാളുകൾ നിന്റെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധിയുടെ കാലം നിനക്ക് ഒത്തിരി പേരെ ആശ്വസിപ്പിക്കാനുള്ള വക നൽകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ, പ്രതിസന്ധികളും കഷ്ടങ്ങളും ആയിരിക്കുമ്പോൾ എനിക്കിങ്ങനെ വന്നല്ലോ, എന്നാലും ദൈവമേ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതെ സ്തോത്രം 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 എന്ന് പറയാൻ പഠിക്കുക. 1-2 ദൈവമക്കളോട് പറയുക, എല്ലാ പ്രതിസന്ധികളിലും സ്തോത്രം 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 എന്ന് പറയാൻ പഠിക്കുക. ചിലരിങ്ങനെ ദൈവത്തോടും മനുഷ്യരോടും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ആ കോഴ്സ് എടുക്കണ്ടായിരുന്നു, അയ്യോ ഞാൻ അങ്ങനെ പോകണ്ടായിരുന്നു, അയ്യോ ഞാൻ ഗൾഫിൽ പോകണ്ടായിരുന്നു, അയ്യോ ഞാൻ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് വേണ്ട. ഇങ്ങനെ ഓരോന്ന് മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അടുത്തിരിക്കുന്ന ആൾ പറ, വന്നല്ലോ, കഴിച്ചല്ലോ. ഇനി പഴയത് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യാണ്? നിനക്ക് പ്രതിസന്ധികൾ ഉണ്ടെന്നേ, നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടെന്നേ, പക്ഷേ ആ പ്രയാസങ്ങളെ നിനക്ക് അത്ഭുതമാക്കാൻ പറ്റും. നമുക്കുണ്ടായ പ്രയാസങ്ങളും പ്രതിസന്ധികളും പിറുപിറുപ്പോടും ഭാരത്തോടും കൂടെ നോക്കിയാൽ അത് നിന്റെ മുമ്പിൽ വളർന്നു വരും. എന്നാൽ പ്രയാസങ്ങളെ നോക്കാം, നീയാണോ എൻ്റെ നാഥന് ഇതെല്ലാം അനുഗ്രഹമാക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ പ്രതിസന്ധി നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. നിനക്ക് പ്രതികൂലമായ വ്യക്തി നിനക്ക് അനുകൂലമായി മാറും. നമ്മൾ തന്നെയാണ് നമ്മുടെ സാഹചര്യങ്ങളെ നന്നാക്കുന്നതും മോശമാക്കുന്നതും. പൗലോസും ശീലാസും തങ്ങൾക്ക് ലഭിച്ച ജയിലറയെ ഒരു സ്വർഗമാക്കി മാറ്റി. ചിലർ തങ്ങൾക്ക് ലഭിച്ച സ്വർഗത്തെ ജയിലറയാക്കുന്നുമുണ്ട്. അടുത്തിരിക്കുന്നവർ പറഞ്ഞാട്ടെ, നിനക്ക് തടവറയാണ് ലഭിച്ചതെങ്കിലും കിട്ടിയ തടവറയിൽ നല്ല സ്വോത്രവും ആരാധനയൊക്കെ ചെയ്താൽ തടവറ സ്വർഗമായി മാറും. നിന്റെ മുറിവുകളിൽ ശത്രു തന്നെ വന്ന് എണ്ണ പകരും. അവിടെ ഒരു ആരാധന സ്ഥലമായി മാറും. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രാജ്യം നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ നമ്മുടെ സാഹചര്യം മാറും. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, യു ക്യാൻ ചേഞ്ച് യുവർ വേൾഡ് വിത്ത് യുവർ വേർഡ്. ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ച വാക്കുകൊണ്ടല്ലേ? ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ നിനക്കും വാക്കുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് നീ കടമെടുക്കുക. തോമസ് ഊട്ടി പറഞ്ഞ വാക്കല്ലേ പറയാനൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ വാക്ക് കടമെടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ദൈവത്തിൻ്റെ വാക്കുകൾ എഴുതിയ ഗ്രന്ഥമുണ്ടെങ്കിലൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? പ്രൈസ് ദി ലോർഡ്. രാവിലെ ഇതാണോ എടുക്കുക, പത്രമാണോ എടുക്കുക? നമ്മൾ രാഷ്ട്രീയക്കാരുടെ വാക്കുകളും അതും ഇതും പറയുന്നവരുടെ മാറ്റി പറയുന്നവരുടെ വാക്കുകൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് മാറിപ്പോകും. പക്ഷെ മാറാത്ത വാക്കുണ്ട്. ആകാശം മാറും, ഭൂമി മാറും, എൻ്റെ വാക്ക് മാത്രം മാറില്ല. സ്തോത്രം. ഇപ്പം പറഞ്ഞ് മനുഷ്യടയിൽ തന്നെ ഒരു ഡയലോഗുണ്ട്, വാക്കല്ലേ മാറാനൊക്കെ ഉള്ളൂ. എന്നാൽ മാറാത്ത വാക്ക് കയ്യിലുള്ളവർ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ ആ വാക്ക് ഞാൻ കടമെടുക്കും. എൻ്റെ വാക്കോ മാറുന്നാണോ, ഞാൻ എന്ത് ചെയ്യും? ഈ വാക്ക് കടമെടുത്ത് നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ വീടിനകത്ത് ആ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിട്ടേ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട് മാറി വരും. ഇന്ന് ശിഥിലമായി കിടക്കുന്ന, തേക്കാതെ കിടക്കുന്ന, വെട്ടുകല്ലായിട്ട് കിടക്കുന്ന, ചതില് പിടിച്ച വീടിൻ്റെ ഭിത്തികളിൽ കൈവച്ച് ഇവിടെ ഒരു മനോഹര വീടുണ്ടാകട്ടെ.
പറയുന്ന നഷ്ടമല്ലേ ഉള്ളൂ സഹോദര. ഞങ്ങൾ പറഞ്ഞങ്ങനെ സ്തോത്രം ഞങ്ങളുടെ വീട് മാറുന്നുണ്ട്. ഒന്ന് മാറി ഇപ്പം രണ്ടാമത് പിന്നെ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ വിചാരം പൈസ ഉള്ളതുകൊണ്ടാണ്. പൈസ ഉണ്ടെങ്കിൽ പണി നടക്കുകയല്ല. വാ കൊണ്ട് പറയാൻ പഠിക്കണം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ്റെ വാക്ക് നിന്റെ നാവിൽ തന്നിരിക്കുക. അത് പറഞ്ഞ് ഉണ്ടാകട്ടെ 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 പറ, ഉണ്ടാകട്ടെ. ഇല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാട്ട് എൻ്റെ ബ്രദറെ ഇല്ല 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 ഇല്ല. ആ ഇല്ല ഇല്ല പറയാതെ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ. ഇരുട്ടാണ് 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 എന്ന് പറയാതെ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടാകട്ടെ. അതേ സൃഷ്ടിപ്പിൻ്റെ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇരുളിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് അതിൽ ചെയ്തവൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മളെല്ലാം ക്രിയേറ്റേഴ്സാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ ഈ മനുഷ്യൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായി. ഒരു ദിവസം തൻ്റെ ഒരാടിനെ സിംഹം കയറി പിടിച്ചു. പുള്ളിയൊന്ന് ആ സിംഹത്തിനെതിരെ ചെന്നു. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സഹായിച്ചു സിംഹത്തെ കയറി കളഞ്ഞു. വേറൊരിക്കൽ കരടിയെ കൊന്നു കളഞ്ഞു. നമുക്ക് ഒത്തിരി പ്രതിസന്ധികൾ വന്നു കാണും. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഒത്തിരി പ്രതിസന്ധികൾ വന്നു കാണും. അതെല്ലാം പറഞ്ഞ് പദം പറഞ്ഞ് കരയാനല്ല, അനേകരെ ബലപ്പെടുത്തുവാൻ. യു ആർ വാട്ട് യു ആർ വെൻ യു ആർ അണ്ടർ ദ പ്രഷർ. നിന്റെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നീ എന്താണോ അതാണ് നീ. ഒരാളുടെ കയ്യെ പിടിച്ചിട്ട് പറ, പ്രതിസന്ധിയിൽ നീ എന്താണോ അതാണ് നീ. നിങ്ങളൊരു നാരകത്തിൻ്റെ അടുക്ക ചെല്ലുക, അതിൻ്റെ ഇല മണത്ത് നോക്കുക, ഒരു മണവുമില്ല. പക്ഷേ നിങ്ങളുടെ കൈകൊണ്ട് അതിനെ നന്നായി തിരുമുക, പ്രഷർ കൊടുക്കുക, അതിനെ കഷ്ടപ്പെടുത്തുക, ഉടനെ അതിൽ നിന്നൊരു നല്ല മണം വരും. അതുപോലെ തന്നെ നാറ്റമുള്ള ഏതെങ്കിലും ഒരു ചെടിയുടെ ഇല കയ്യിലിട്ട് തിരുമിയാൽ അതിൻ്റെ മണം വരും. സ്തോത്രം. നമ്മൾ ഈ കീബോർഡിൻ്റെ താളത്തിൽ ഹാലേലിയ വെക്കുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തി വീശി ഹാലേലിയ എന്ന് പാടുകല്ലേ, അതൊന്നും ശരിയായ സാധനം അകത്തുനിന്ന് വരുന്നതല്ല. അതെല്ലാം പാട്ടിൻ്റെ താളത്തിൽ വരുന്നതാണ്. ഹാലേലിയായും കീബോർഡും ഒന്നും ഇല്ലാതെ കീബോർഡിന് പകരം സൈഡിൽ നിന്ന് ഒരു ശൂലം കുത്തുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്നതാണ് ഞാൻ. ഞായറാഴ്ച നമ്മളെല്ലാം നല്ലൊരു മാസ്ക് അണിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മുടെ പിള്ളേർ ഈ മായാവിയുടെയൊക്കെ മാസ്ക് അണിയുന്ന പോലെ രാവിലെ ഒരു ചിരിയൊക്കെ അതിൽ വരച്ചിട്ട് മുഖത്ത് വിട്ടുകൊണ്ട് വന്നിരിക്കുക. പക്ഷെ കർത്താവിന് ഇവിടുത്തെ ചിരിയാണ് കാണാം. ഉള്ളതിൽ സന്തോഷിക്കുന്ന, ലഭിച്ചതിൽ കർത്താവിന് നന്ദി പറയുന്നു. ഉള്ള കഞ്ഞ കാന്താരിയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് അടിപൊളിയായി നന്ദി കർത്താവ്. ആ ഒരു ഹൃദയത്തോടെ കർത്താവിന് നന്ദി പറയുന്ന ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന നല്ല ആ നന്ദി സ്തോത്രം. അടുത്തിരിക്കുന്നത് എന്ന് ഇനി ചിരിക്കുമെന്ന് ചോദിച്ച്, ചിരിക്കാത്തവൻ ഒരിക്കലും ചിരിക്കാൻ പോകുന്നില്ല. തൃപ്തിയില്ലാത്തവൻ ഒരിക്കലും തൃപ്തി വരാൻ പോകുന്നില്ല. നിനക്ക് കാന്താരി ചമ്മന്തിയിൽ തൃപ്തി ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാത്തിനും തൃപ്തി വരും. ഹല്ലേലൂയ. നമ്മുടെ മനസ്സാണ് മാറേണ്ടത്, നമ്മുടെ സാഹചര്യം അല്ല മാറേണ്ടത്. ആ സാഹചര്യത്തെ നേരിടുന്നതിൻ്റെ മനസ്സിനാണ് മാറ്റം വരേണ്ടത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ മനുഷ്യൻ തൻ്റെ പ്രതിസന്ധികളെല്ലാം ചേർത്തൊരു ഗാനം എഴുതി. ദൈവാത്മാവ് കൊടുത്തൊരു ഗാനമാണ്. പക്ഷെ താൻ പോലും അറിഞ്ഞില്ല ആ ഗാനത്തിനകത്ത് യേശു ഉണ്ടെന്ന്. ആമേൻ. ദൈവപുത്രൻ ഈ ലോകത്തിൽ വരാൻ പോകുന്ന ദൈവപുത്രനെ കുറിച്ചുള്ള പ്രവചനമാണ് ആടിന്റെ ഇടയൻ പാടിയ പാട്ടെന്ന് തനിക്ക് പിടികിട്ടിയില്ല. പ്രതിസന്ധികളിലും ചിരിച്ചുകൊണ്ട് നീ പാടുന്ന പാട്ടിനകത്ത് യേശുവുണ്ട്, രക്ഷകനുണ്ട്, വിടുവിക്കുന്നവനുണ്ട്. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതാണ് 23-ാം സങ്കീർത്തനം. എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നുകൂടെ ഒന്ന് വായിക്കുക. 23-ാം സങ്കീർത്തനം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം. ഈ ഇടയനെ കുറിച്ചാണ് എഴുതിയത്. യേശു എന്ന ഇടയനെ കുറിച്ചാണ് എഴുതിയത്. ദാവീദ് എഴുതുകയാണ്, വായിക്കുക. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഇത്തിരി പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ എനിക്ക് മുട്ടാണ് എന്നല്ല പറഞ്ഞ, പിന്നെ കർത്താവ് എൻ്റെ ഇടയനാകുന്നു. പറ, കർത്താവിൻ്റെ ഇടയനാകും. ആ ഇടയന്, കർത്താവ് ഇടയനായ മക്കളുടെ വായിൽ നിന്ന് ഇങ്ങനെ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ വായിക്കുന്ന അത്യുന്നതന്റെ മറവിൽ
വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനുണ്ട്. ഞാൻ ആശ്രയിക്കുന്നതിന്റെ കോട്ടയും എന്ന് പറയുന്നു. പറയണം, പറയണം 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 വാ കൊണ്ട് പറയണം, വാ കൊണ്ട് പറയണം. നീ എന്ത് പറയുന്നു അതാണ് നീ പ്രതിസന്ധികളിൽ പറയണം. നീ മരുഭൂമിക്കകത്തിരുന്ന് പറയണം, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. വിളിച്ചു പറഞ്ഞാട്ട് എനിക്ക് മുട്ടുണ്ടാകുകയില്ല. വിളിച്ചു പറയൂ. അത് പറയുന്നവർക്ക് ആർക്കും മുട്ടുണ്ടാകുകയില്ല. ഇന്ന് ചിലപ്പോൾ മുട്ടായിരിക്കും, ഇന്ന് ചിലപ്പോൾ മരുഭൂമി ആയിരിക്കും, ഇന്ന് ചിലപ്പോൾ പ്രതിസന്ധി ആയിരിക്കും. വാ കൊണ്ട് വിളിച്ചു പറഞ്ഞാട്ട് എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അല്ല, നിങ്ങൾ കണ്ടോ? തോമസ് കുട്ടി ബ്രദറിനെ കണ്ടോ? എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എൻ്റെ കാര്യം എനിക്കറിയാം. എൻ്റെ കർത്താവ് യേശുവാകയാൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആത്മീയത്തിൽ, ഭൗതികത്തിൽ, ശാരീരികത്തിൽ, മാനസികത്തിൽ, സാമ്പത്തികത്തിൽ, തലമുറയിൽ ഒന്നിലും തോമസ് കുട്ടി ബ്രദറിന് യാതൊരു മുട്ടുമുണ്ടാകുകയില്ല. അതിൻ്റെ ഒരേ ഒരു കാരണം, യേശുവാണ് എൻ്റെ കർത്താവ്. യേശുയാകന്റെ ഇടയനാകുന്നു, യേശുയാകന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. അത്രേ ഉള്ളൂ, മുട്ടുണ്ടാകയില്ല. തപ്പിപ്പോയിരിക്കുക, പുല്ല് കരുതി വെച്ചിരിക്കുക. അവന്റെ ശബ്ദം കേൾക്കണം, അവന്റെ ശബ്ദം കേൾക്കണം. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ നന്ദി പറ. നമ്മൾ പതറിയതെല്ലാം അവന്റെ ശബ്ദം കേൾക്കാഞ്ഞിട്ടാണ്, അവൻ സംസാരിക്കാഞ്ഞിട്ടല്ല. അന്യന്മാരുടെ ശബ്ദം, നമ്മുടെ ജഡത്തിന്റെ ശബ്ദം, നമ്മുടെ സംശയത്തിന്റെ ശബ്ദം, വലിയ പരിചയക്കാരാന്ന് പറഞ്ഞവരുടെ ശബ്ദം, വലിയ അറിവുകാരാന്ന് പറഞ്ഞവരുടെ ശബ്ദം നമ്മുടെ തലയെ ബാധിച്ചു. കര ഉയർത്തി പറ, നാഥ നിന്റെ ശബ്ദം മാത്രമേ. എനിക്ക് 10 വർഷത്തിൽ കൂടുതലായിട്ട് നടുവേദനയായിരുന്നു. അത് കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് തിങ്കൾ ചൊവ്വ 3 ദിവസം ഭയങ്കര അതിവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയും അതിൻ്റെ കൂടെ ശരീരത്തെ വിറയലും ഉണ്ടായി. വൈകിട്ടാകുമ്പോഴത്തെ ഭയങ്കര വിറയില്ല. ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഓടിച്ചെന്ന് അടുപ്പിനകത്തി ചിരട്ട വാരിയിട്ട് എരിച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്നു. എന്നിട്ടും എനിക്ക് വിറയൽ മാറുന്നില്ല. 7:30 കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ TV വെച്ച് ആ അടുപ്പിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കേട്ടു തോമസ് കുട്ടി ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടും പുതിയ അവയവങ്ങൾ ഉണ്ടാകുന്ന ഒരു ആളിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. ഞാൻ അവിടുന്ന് നടക്കാൻ വയ്യായെങ്കിലും അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച എനിക്ക് അതിവേദനയൊന്ന് നിർത്തിത്തരണേ എൻ്റെ യേശുവേ, എനിക്ക് ഇന്ന് രാത്രിയിലെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ എനിക്കൊരു സാവകാശം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുങ്ങി കുളിച്ചതുപോലെ ഞാൻ വിയർത്തു. പിന്നെ ഈ സമയം വരെയും എൻ്റെ കർത്താവേ എനിക്ക് നടുവിന്റെ വേദന ഉണ്ടായിട്ടില്ല. സൗഖ്യം എനിക്ക് കിട്ടി, തൊട്ടു സൗഖ്യം. മനോഹരമായ ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടതല്ലേ. നമ്മുടെ ആ വിശ്വാസത്തെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ അത് മാറ്റിമറിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നതിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുവാൻ ഇന്ന് തീരുമാനമെടുത്തില്ലേ? അതുപോലെ തന്നെ ആ അത്ഭുതകരമായ സാക്ഷ്യം, എത്ര മനോഹരമായിട്ടാണ് കർത്താവ് അത്ഭുതം ചെയ്തത്. എത്ര അത്ഭുതകരമായൊരു വിടുതലായിരുന്നു അത്. കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മെ ഓരോരുത്തരെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ആ സ്വീകരണ മുറിയിൽ ഒറ്റയ്ക്കിരുന്നായിരിക്കും ഈ TV പ്രോഗ്രാം കാണുന്നത്. നിങ്ങളെ മറ്റാരും കാണുന്നില്ലെന്നായിരിക്കും നിങ്ങളുടെ വിചാരം. പക്ഷേ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട്. അവൻ്റെ പേരത്ര യേശു. ആ യേശു നിങ്ങളുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുക. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ആർക്കും എന്നോട് ഇഷ്ടമില്ല, ആർക്കും എന്നോട് കരുതലില്ല, സ്നേഹമില്ല, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജീവിത പങ്കാളി ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ പിണങ്ങി വീട്ടിൽ പോയി, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലിരിക്കുന്ന സഹോദരന്മാരൊക്കെ, അതുപോലെ സഹോദരിമാർ അങ്ങനെ വളരെ ഭാരപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് പറയുന്നു, തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണം മൂലം മാറ്റപ്പെട്ടു പോയി, അവരുടെ വേർപാടിൽ വളരെ ദുഃഖം വന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. മക്കൾ മരിച്ചു, അല്ലെങ്കിൽ ജീവിത പങ്കാളി മരിച്ചുപോയി, സഹോദരങ്ങൾ, മാതാപിതാക്കൾ മരിച്ചുപോയി. അങ്ങനെ ആ മരണം മൂലം വേണ്ടപ്പെട്ട ഒരാൾ തന്നിൽ നിന്ന് വേർപെട്ടു പോയതിൽ വളരെ ദുഃഖം താങ്ങാൻ പറ്റാതെ വളരെ പ്രയാസപ്പെടുന്ന, അത് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുന്ന അവസ്ഥയിൽ വളരെ പ്രയാസപ്പെടുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം ഞാൻ പറയാം.
കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ആശ്വാസം തരും. മനുഷ്യരുടെ വാക്കുകൾക്കോ മറ്റാർക്കും നിങ്ങൾക്ക് ഒരു സമാധാനം തരുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സകല ബുദ്ധിയും കവിയുന്നതായ ദൈവിക സമാധാനം കൊണ്ട് അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും എന്ന് ദൈവവചനം വാഗ്ദത്തം ചെയ്യുക. മനുഷ്യർക്കോ മനുഷ്യരുടെ വാക്കുകൾക്കോ ഒരിക്കലും സമാധാനം വരുത്തുവാൻ കഴിയാത്തിടത്ത് എൻ്റെ യേശുവിന് സമാധാനം തരുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളിന്ന് യേശുവിലൊന്ന് ആശ്രയിക്കാം. കർത്താവ് നിങ്ങൾക്ക് വളരെ വിടുതൽ തരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്കൊരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് രോഗികളായിട്ട് വന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗസൗഖ്യത്തെ തരുവാൻ എൻ്റെ കർത്താവ് കാൽവരിയിൽ അടിയേറ്റല്ലോ. ഞങ്ങൾ സൗഖ്യമാകേണ്ടതിന് അങ്ങയുടെ ശരീരം മുഴവ് ചാല് പോലെ അങ്ങ് കീറിയല്ലോ. കർത്താവെ, ഇന്ന് രോഗികൾ എല്ലാവരും സൗഖ്യമാകട്ടെ. ഡയബറ്റീസ് രോഗികൾ സൗഖ്യമാകട്ടെ, പ്രഷർ രോഗികൾ സൗഖ്യമാകട്ടെ, ലിവറും കിഡ്നികളും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കേടുവന്ന കിഡ്നികൾ ഇപ്പോൾ മാറി പുതിയത് സൃഷ്ടിക്കപ്പെടട്ടെ. കിഡ്നിയിൽ തടിപ്പ്, കിഡ്നിയിൽ മുഴ വന്ന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, അത്ഭുത സൗഖ്യം. ആ കേടുവന്ന കിഡ്നി മാറിയിട്ട് ആ സ്ഥാനത്ത് പുതിയ കിഡ്നി സൃഷ്ടിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിനാൽ ദുഃഖിക്കുന്നവർ, മരണം മൂലവും അല്ലാതെയും വേർപെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി, അത് ഓർത്ത് ദുഃഖിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവെ, അവിടുന്ന് സമാധാനം നൽകണം. യേശുവെ, അവിടുന്ന് സമാധാന പ്രഭുവാണല്ലോ. അവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വന്ന് വാഴണമേ. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളങ്ങളോട് ഇടപെടണം. ആ ധൈര്യം, സമാധാനം അവരുടെ മേൽ വരട്ടെ. ഒരു പുതപ്പ് പോലെ എൻ്റെ കർത്താവിൻ്റെ സമാധാനം അവരെ വന്ന് പൊതിയട്ടെ. കർത്താവെ, എല്ലാ ദുഃഖങ്ങളും എല്ലാ വേവലാതികളും വേദനകളും അവരെ വിട്ട് മാറിപ്പോകട്ടെ. ഈ ദുഃഖം മൂലം അവരുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ബലഹീനതകൾ, രോഗങ്ങൾ, അത് യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുക. കർത്താവെ, അവിടുന്ന് അത്ഭുത സൗഖ്യം നൽകിയിരിക്കാൻ സ്തോത്രം. കുരുട്ട് കണ്ണുകളെ അവിടുന്ന് തുറന്നിരിക്കാൻ നന്ദി. കാറ്ററാക്റ്റ് ബാധിച്ച കണ്ണുകൾ ഇപ്പോൾ തന്നെ കാറ്ററാക്റ്റിൻ്റെ പാട് അപ്രത്യക്ഷമായി പോകട്ടെ. പൂർണ്ണമായ കാഴ്ചശക്തി അവർക്ക് ലഭിക്കട്ടെ. സർജറി പറഞ്ഞിരിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ പൂർണ്ണമായ കാഴ്ചശക്തി ലഭിക്കട്ടെ. സർജറി വേണ്ട എന്ന് ഡോക്ടർമാർ പറയുമാറ് പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, പിതാവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. എല്ലാം യേശുവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ചെക്ക് ചെയ്ത് നോക്കിയോ, നിങ്ങളുടെ ശരീരത്തിൽ ആ അത്ഭുത സൗഖ്യം വെളിപ്പെട്ട് കഴിഞ്ഞു. ആ വേദന മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാരം എടുത്തു മാറ്റിയിട്ട് ഒരു വലിയ സമാധാനത്തിൻ്റെ പുതപ്പ് നിങ്ങളുടെ മേൽ വന്ന് വീണതായിട്ട് എൻ്റെ ആത്മാവിൽ എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കിട്ടിയ ഈ അത്ഭുതം, ഈ വിടുതൽ, ഈ സൗഖ്യം ഇപ്പോൾ തന്നെ ആ ഫോൺ കയ്യിലൊന്ന് എടുത്താട്ടെ. ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ഒന്ന് വിളിച്ചു പറ, ഞങ്ങളും കൂടെ ഒന്ന് സന്തോഷിക്കട്ടെ. അതുകൂടാതെ അനേകരോട്, നിങ്ങളുടെ അയൽവാസികളോട്, ബന്ധുക്കളോട് ഒക്കെ ഈ സാക്ഷ്യം പറയണം. യേശു ചെയ്ത അത്ഭുതം, യേശു എന്നെ സൗഖ്യമാക്കി, യേശു എനിക്ക് സമാധാനം തന്നു, യേശു എനിക്ക് സ്വസ്ഥത തന്നു എന്ന് പറയണം. അത് പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഒഴുകും. നിങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ മേൽ വരും. നമ്മൾ ഏത് കാര്യം ചെയ്താലും പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യണമെന്ന് ആ ദൈവവചനം നമ്മൾ പറഞ്ഞു കേട്ടത്. അതേപോലെ സാക്ഷ്യം പറയുമ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ സാക്ഷ്യം പറയണം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ ചാനലിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.